വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ലെന്ന് പിതാവ്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. TC മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് വിരോധാഭാസമെന്നും മന്ത്രി പ്രതികരിച്ചു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായി. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെലീന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വി ആർ wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. നവമി, നമുക്കറിയാം ഇത് എവിടെ അവസാനിച്ച അല്ലെങ്കിൽ അവസാനിക്കേണ്ട ഒരു വിഷയമായിരുന്നു. അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരായി ഇപ്പോൾ ആ കുട്ടിക്ക് ആ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശമാണ് തുടക്കത്തിൽ ഇതൊരു വലിയ വർഗീയ വിവാദം എന്നുള്ള നിലയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇതാ വീണ്ടും സ്കൂളിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയ്ക്ക് എന്ത് അധികാരമാണ് ശിരോവസ്ത്രം ധരിക്കാൻ വിദ്യാർത്ഥി പാടില്ല എന്ന് പറയാൻ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിരിക്കുന്നത്. ഇത് വിവാദത്തിന്റെ ആക്കം വീണ്ടും കൂട്ടുകയല്ലേ?
ആര്യന്തര വിവാദങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ വിവാദമാക്കി ആളിക്കത്തിച്ച് സമൂഹത്തിൽ പോലും വലിയ തരത്തിൽ ധ്രുവീകരണം വരുത്തുന്ന തരത്തിലേക്ക് പോലും ഇക്കാര്യം ഈ ഒരു ഹിജാബ് വിഷയം കടന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുട്ടിയുടെ നിലപാട്, കുട്ടിയുടെ അച്ഛന്റെ നിലപാട് രാവിലെ തന്നെ പുറത്തു വന്നു. സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് പുറത്തു വന്നു. ഈ വിഷയത്തിൽ ഇനി തുടർ ചർച്ചകൾക്കോ പരസ്യ പ്രതികരണങ്ങൾക്കോ ഇരു കൂട്ടരും ഇനി തയ്യാറല്ല. അവരുടെ നിലപാട്, കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടി ഇനി ആ സ്കൂളിൽ തുടരില്ല, TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുട്ടിയും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം മാനസികമായി വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ തന്നെ ആ കുട്ടിയും ആ കുടുംബവും. പല അഭിപ്രായങ്ങളും ഈ മതസ്പർദ്ധ വളർത്തുന്നത്, സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലേക്ക് പോലും കുട്ടിയുടെ കുടുംബത്തിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ രീതികൾ കടന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി മറ്റു തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും തയ്യാറല്ല. കുട്ടി TC വാങ്ങി മറ്റൊരിടത്തേക്ക് പഠിക്കട്ടെ, ഇനി ആ സ്കൂളിലേക്ക് പോകാൻ കുട്ടിക്കോ കുട്ടിയുടെ കുടുംബത്തിനോ താല്പര്യമില്ല എന്നുള്ള തീരുമാനത്തിലാണ് അവരെത്തി നിൽക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് രാവിലെ പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും മാധ്യമങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കരുത്, അവർക്ക് പറയാനുള്ളത്, സ്കൂളിന് പറയാനുള്ളത് അല്ലെങ്കിൽ PTA പറയാനുള്ളത് അവർ ഈ പറയുന്നുണ്ട്. അതിനുശേഷം അതാണ് ഞങ്ങളുടെ നിലപാട് എന്നതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അതിൽ പറഞ്ഞത് ആദ്യം തന്നെ ഇവരെ സഹായിച്ച എല്ലാവർക്കും നന്ദി, അതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, K ബാബു, ഷോൺ ജോർജ് ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്കൂൾ മാനേജ്മെന്റിനെ സമീപിക്കുകയും അവർക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞതിന് ശേഷമാണ് സ്കൂളിന്റെ നിയമം അനുസരിച്ച് കുട്ടിക്ക് തിരിച്ചു വരാം, നിയമം അനുസരിച്ച് പഠിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുട്ടിക്ക് തിരിച്ചു വരാം. ആദ്യഘട്ടത്തിൽ എങ്ങനെയാണോ കുട്ടിയെ സ്വീകരിച്ചത് അതേ നിലപാടിൽ അതേ സന്തോഷത്തോടുകൂടി തന്നെയായിരിക്കും ഇനിയും കുട്ടിയെ സ്വീകരിക്കുക. അതിന്റെ പഠനത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഭാവിയിലുള്ള വളർച്ചയ്ക്കോ ഒരു രീതിയിലും സ്കൂൾ മാനേജ്മെന്റോ ടീച്ചർമാരോ ആരും തന്നെ തടസ്സം നിൽക്കില്ല എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം നിയമം അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, ആ വിഷയങ്ങളിലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ചോദിച്ചു ഒരു കാര്യം, ഈ കുട്ടി TC വാങ്ങി പോകുന്നു എന്ന് പിതാവ് പറയുന്നുണ്ട്, അങ്ങനെ കോളേജ് സ്കൂളിനെ അറിയിച്ചു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല, കൂടുതലൊന്നും പറയാനില്ല എന്ന് അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ മടങ്ങിയത്. ഈ രീതിയിലാണ് സ്കൂൾ മാനേജ്മെന്റിന്റെയും ഈ കുട്ടിയുടെ അച്ഛന്റെയും നിലപാട്. അതിനപ്പുറത്തേക്ക് വന്നാൽ ആര്യ, ഈ ഒരു വിവാദം, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടി സ്കൂള് അടച്ചിട്ട ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും ഒക്കെ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ച് ഒരു അനുനയത്തിലെത്തിയതാണ്. ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തും എന്നൊരു തീരുമാനം പിതാവും കുട്ടിയും സമ്മതം പ്രകടിപ്പിച്ചതാണ്. കുട്ടിയെ സംബന്ധിച്ച് തന്റെ സുഹൃത്തുക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്, പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ കുട്ടിക്ക് താല്പര്യമില്ല, അവിടെ തന്നെ ഹിജാബ് ധരിക്കാതെ താൻ ഇനി ആ സ്കൂളിൽ പഠിച്ചോളാം എന്നൊരു തീരുമാനത്തിൽ ഇരു കൂട്ടരും എത്തിയതാണ്. മാനേജ്മെന്റിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനകളാണ് വീണ്ടും പ്രകോപിപ്പിച്ചത്. മാനേജ്മെന്റിനെ, PTA-നെ, പ്രിൻസിപ്പലിനെ ഒക്കെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് മന്ത്രിയുടെ ചില പ്രസ്താവനകൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പല SDPI ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയും അവര് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന തരത്തിലേക്ക് അവരെ ബോധ്യപ്പെടുത്തുകയും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഇതിലുണ്ടായി എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. അതിനെ തുടർന്നാണ് വീണ്ടും കുട്ടി സ്കൂളിലേക്ക് എത്തില്ല എന്ന നിർബന്ധത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തി നിൽക്കുകയും ചെയ്തത്. 3 പരീക്ഷ കഴിഞ്ഞു, അത് 3ഉം കുട്ടി എഴുതിയതുമില്ല. അത് കുട്ടിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നതിനാൽ സ്കൂളിൽ നിന്ന് പോലും കുട്ടിയെ വിളിച്ചു, പരീക്ഷ എഴുതാൻ വരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ വരില്ല എന്ന നിർബന്ധത്തിൽ തന്നെയാണ് ആ മാതാപിതാക്കൾ നിന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി കുട്ടി TC വാങ്ങി പോവുകയാണ്. അപ്പോഴും മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ തുടരുന്നുണ്ട്. മാനേജ്മെന്റിനെ വീണ്ടും കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവനകൾ നീണ്ടു പോവുകയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് പല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുതലെടുപ്പ്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പോലും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ ഒരു വോട്ട് ബാങ്കായി ഈ വിഷയത്തെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോലും വഴിമാറിയിരിക്കുകയാണ് ഈ വിഷയം. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വ്യവസ്ഥാപിത നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്കൂളിന് മാത്രം സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. തല മറയ്ക്കണമെന്നത് ഇസ്ലാം പെൺകുട്ടികളുടെ അവകാശമാണ്. തട്ടത്തിന്റെ കളർ സ്കൂളിന് തീരുമാനിക്കാം. ചന്ദനക്കുറിയിട്ട് വരരുത് എന്ന് പറയാൻ പറ്റുമോ എന്നും പൂക്കോട്ടൂർ ചോദിച്ചു. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിന്റെ യൂണിഫോം
കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിന് കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള, മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയുള്ള സാധനമിട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും. അവരത് ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അവർക്കത് ധരിക്കാം, പക്ഷേ കുട്ടികൾക്കതാവില്ല. തന്നെ പ്രശംസിച്ച സംസ്ഥാന നിലപാടിന് മന്ത്രി വി ശിവൻകുട്ടി നന്ദി പറഞ്ഞതോടെ മറ്റൊരു മാനത്തിലേക്ക് കൂടി കടക്കുകയാണ് ഹിജാബ് വിവാദം. സമസ്തയുടെ മുഖപത്രത്തില് മിനിസ്റ്ററുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഒരു മുഖപ്രസംഗം. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചു എന്നാണ് ആ തട്ടം വിഷയത്തിൽ. അതെ അതെ അല്ലെ, സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞു. നന്ദി. ശിരോവസ്ത്ര വിവാദത്തിന് മുമ്പ് SDPI മാത്രമായിരുന്നു നിലപാട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ സമസ്തയും അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖപ്രസംഗത്തിലായിരുന്നു സമസ്തയുടെ ലേഖനം ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ശിവൻകുട്ടിയെ പ്രശംസിച്ചുകൊണ്ടും സുപ്രഭാതം എഴുതി. മതേതരത്വത്തെയും ഭരണഘടനയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയതെന്നായിരുന്നു സമസ്തയുടെ പ്രശംസ. ഒപ്പം തന്നെ ഈ സ്കൂളിനെതിരെ വലിയ വിമർശനവും ഈ മുഖപത്രത്തിൽ ഉണ്ട്. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ലേഖനം. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിച്ചവരെ, അതിൻ്റെ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദികളായി ചാപ്പകുത്തുന്നു എന്നായിരുന്നു ആ സമസ്തയുടെ വിമർശനം. ഒപ്പം തന്നെ സമസ്തയുടെ പോഷക സംഘടനയായ SYSന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ സമദ് പൂക്കോട്ടൂരും സമാന അഭിപ്രായം പങ്കുവച്ചു. ഈ മതപരമായിട്ടുള്ള അവകാശമാണ് ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത്. ചന്ദനക്കുറി ധരിക്കുമ്പോഴേയും കുരിശുമാല ഇടുമ്പോഴേയുള്ള ഒരു അവകാശമാണിത്. ഇത് ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണ്. അതില്ല എന്ന് പറയാൻ സ്കൂളിന് അവകാശമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. ഒപ്പം തന്നെ ശിരോവസ്ത്രം ധരിച്ച ഒരു അധ്യാപികയാണ് കുട്ടി ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ, ഇത് ഹിജാബിൻ്റെ പേരിലുള്ള വാദത്തെ മതപരമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു വഴിയിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന ആരോപണവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണു പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി ആ വിഷയത്തിൽ സമസ്തയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. കുട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട്. സമസ്തയുടെ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞു. ആരുടെ വീഴ്ച മൂലമാണ് ഈ കുട്ടി പോകാത്തത് എന്ന് അന്വേഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ വരും എന്ന് തന്നെ വേണം കരുതുവാൻ. മതസംഘടനകൾ ഇപ്പോൾ അഭിപ്രായവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെങ്കിലും ഒരു സ്കൂളിലെ വിഷയം മാത്രമായിട്ട് ഈ ഒരു ഹിജാബ് വിഷയം ഒതുങ്ങുമോ അതോ വലിയ തോതിൽ വിവാദങ്ങൾക്ക് അത് വഴിവെക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.
അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഹിന്ദു ജനസംഖ്യാ വർധനവിന് ആഹ്വാനം ചെയ്ത് സ്വാമിമാരുടെ യാത്ര. ഹിന്ദു കുടുംബങ്ങളിൽ 3-ൽ കുറയാതെ മക്കൾ വേണമെന്ന് സ്വാമി ചിദാനന്ദപുരി പറയുന്നു. രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ കുറയുമ്പോൾ മുസ്ലിം ജനസംഖ്യ കൂടുന്നുവെന്നാണ് സ്വാമി ചൂണ്ടിക്കാട്ടുന്നത്. സന്യാസിമാരുടെ സംയുക്ത വേദിയായ മാർഗദർശക് മണ്ഡലിന്റെ സംസ്ഥാന ജാഥയിലെ കോട്ടയത്തെ വേദിയിലാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ആഹ്വാനം. ഹിന്ദു ജനസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുന്ന സ്വാമി അതിന്റെ കാരണങ്ങളും പറയുന്നു. ഒരു സന്താനം പോരാ. ഒരു സന്താനമാകുമ്പോ 2 പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ നേർപകുതിയാവുകയാണ്. ചുരുങ്ങിയത് ഒരു 3-ഓ 4-ഓ എങ്കിലും മക്കൾ വേണം. 3-ൽ കുറയരുത്. 1-നെ ഞങ്ങൾക്ക് തരണേ. ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പോലെയുള്ളൂ. ഈ ധർമ്മത്തിന് വേണ്ടി, ഈ സംസ്കൃതിക്ക് വേണ്ടി, ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി ഹിന്ദു താൽപര്യം സംരക്ഷിക്കുന്നവർക്ക് വേണം വോട്ട് ചെയ്യേണ്ടതെന്നും സ്വാമിമാരുടെ യാത്ര ആഹ്വാനം ചെയ്യുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പ് ഹിന്ദു സമൂഹത്തിൽ അവസാനിക്കണമെന്നും ചിദാനന്ദപുരി പറഞ്ഞു. ഭാരതത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ ഭാരതത്തിലെ, കേരളത്തിലെ അല്ല, 4% കുറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന്റെ ജനസംഖ്യ 24.6% കൂടിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ കേണൽ ഗദ്ദാഫി പറഞ്ഞത് ഓർമ്മിക്കണം, we will conquer the world with population bomb. ജനസംഖ്യാ വർധനമാകുന്ന ബോംബ് കൊണ്ട് ഞങ്ങൾ ലോകത്തെ മുഴുവൻ കീഴടക്കും. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരണങ്ങളും ഉയരുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശമാണ് സ്വാമി നടത്തിയതെന്ന് MN കാരശ്ശേരി വിമർശിച്ചു. കുട്ടികൾ അധികമാവുമ്പോൾ അതിന്റെ ദുരിതം പേരേണ്ടി വരുന്നത് സ്ത്രീകളാണ്. ഇത് സമ്പത്തിന്റെ മാത്രം കാര്യമല്ല, സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നിർഭാഗ്യവശാൽ ചിദാനന്ദപുരി നടത്തിയത്. പിന്നെ ഈ പ്രസ്താവന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കും. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത് കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ ഒരു കുട്ടിയെ പട്ടാളത്തിലേക്ക് അഴക്കണമെന്ന് രാജ്യസ്നേഹമുള്ള ഒരാൾ ചർച്ച ചെയ്യപ്പെടുന്നവരെ ഇവിടുത്തെ സന്യാസ സമൂഹത്തിന്റെ അവസ്ഥയിൽ സന്യാസത്തിലേക്ക് ആളുകൾ കുറയുമ്പോൾ ആ സന്യാസത്തിലേക്ക് മക്കളിൽ ഒരാളെ വിടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി മാത്രം എടുത്താൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം. ശബരിമലയിൽ തെറ്റ് ചെയ്യുന്നവരെ മാറ്റി നിർത്താതെ ഓർഡിനൻസ് ഇറക്കി ഭരണം തുടരാൻ അനുവദിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും സ്വാമി വിമർശിച്ചു. ന്യൂസ് 18 കോട്ടയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. റാന്നി കോടതി ഉണ്ണികൃഷ്ണനെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി. പോറ്റിയുമായി ബംഗളൂരു ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. തന്നെ കുടുക്കിയെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആയിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങവേ മാധ്യമങ്ങളോടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. കോടതി പരിസരത്ത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേറുണ്ടായി. സാരംഗ് സുധാകരനും ശശിനാരായണനും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം സാരംഗിലേക്ക് പോവുകയാണ്. സാരംഗ്, സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ആദ്യ അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം വമ്പന്മാരിലേക്കെല്ലാം എത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലൂടെയാണ്. ഇനി നടക്കാൻ പോകുന്ന നിർണായകമായ തെളിവ് ശേഖരണത്തിലൂടെയാണ്. SITക്ക് 13 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുവദിച്ചിട്ടുള്ളത് കോടതി. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും?
തീർച്ചയായും ആര്യ, ഇനി സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടും മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതൽ കടക്കുക. കാരണം ഈ സ്വർണം എങ്ങോട്ട് വേർതിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി, മറ്റ് പല സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോയി വലിയ തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് നടന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. ഈ ഒരു ജീവനക്കാരുടെയും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരുടെയും പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല. സ്മാർട്ട് ക്രിയേഷനുമായി ചേർന്നാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇത് ശബരിമല പോലെയുള്ള ഒരു തന്ത്രപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വലിയൊരു സ്വർണ്ണത്തിൽ ക്രമക്കേട് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കൊള്ളയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക, അതായത് ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ളത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു സാവകാശം കൂടിയാണ് ഈ ഒരു 13 ദിവസത്തെ ഈ ഒരു റിമാൻഡ് കാലാവധിയിലൂടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തേടുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഈ ഒരു ബാംഗ്ലൂർ സ്വദേശിക്കടക്കം ഈ ഒരു സ്വർണം കൈമാറി സ്മാർട്ട് ക്രിയേഷൻ ഉടമയും പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള പറഞ്ഞ ഈ ഒരു മൊഴികളുടെ വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ക്രമക്കേട് അത് വിജയ് മല്യ ഈ സ്വർണം പൂശിയ തൊട്ട് 2019 വരെയും 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണം കൊണ്ടുപോയി അതിനുശേഷം ഈ വർഷം വരെയുള്ള കാലയളവിലെ എല്ലാ രേഖകളിലെയും കാര്യങ്ങൾ പരിശോധിക്കണം. അതിൽ എത്രത്തോളം പൊരുത്തക്കേടുകളുണ്ട്, ഈ ഒരു 2019 ബന്ധപ്പെട്ട് മാത്രമാണോ ഇപ്പോൾ ഈ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത്, ഇതിനു മുൻപ് ഈ ഒരു ശബരിമലയിലെ മറ്റ് അമൂല്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ടും ഇതേപോലെയുള്ള മറ്റ് സ്വർണം പൂശുകളുമായി ബന്ധപ്പെട്ടുമെല്ലാം മറ്റ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് ആണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം തുടക്കമിട്ടത്. കഴിഞ്ഞ ദിവസം 11 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷം അർദ്ധരാത്രി പുലർച്ചയോടുകൂടിയാണ് 4 മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആ സമയത്ത് തന്നെ നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജീവനക്കാർക്കടക്കം ഈ സ്വർണം വീതിച്ച് നൽകി, ഇത് വളരെ വലിയ ഒരു ശൃംഖലയാണ് ഇതിന്റെ പിന്നിൽ എന്നടക്കമുള്ള മൊഴികൾ നൽകി എന്നൊരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെളിവെടുപ്പും കൂടുതൽ അറസ്റ്റുകളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്മാർട്ട് ക്രിയേഷനും ദേവസ്വം ബോർഡും എല്ലാം ബന്ധിപ്പിച്ച് കിടക്കുന്ന പല കാര്യങ്ങളും എല്ലാം ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൽ തന്നെ 3 ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരെയും ചോദ്യം ചെയ്യും. മാത്രമല്ല അന്ന് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നവരും ഒപ്പം അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരെയും ഈ ഒരു നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ ആ സമയത്ത് അടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഒരു സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻ രേഖകളും അടക്കം പരിശോധന ശേഷമായിരിക്കും തെളിവ് ശേഖരണത്തിലേക്ക് അടക്കം കടക്കുക. ആര്യ, തീർച്ചയായും സാരംഗാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ, അദ്ദേഹം പറയുന്ന പേരുകൾ ഒക്കെ ആയിരിക്കും ഇനി ഈ കേസ് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറെ നിർണായകമാകാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, വലിയ പ്രതിഷേധം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ റാന്നി കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ ഉണ്ടായി. അത് പ്രതീക്ഷിച്ചതാണ്. അത്തരത്തിൽ വലിയ സുരക്ഷാ വലയമൊക്കെ പോലീസ് അത് കാലേ കൂട്ടി തന്നെ കണ്ടുകൊണ്ട് ഒരുക്കുകയും ചെയ്തിരുന്നു. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നോ അതോ മറ്റേതെങ്കിലും സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നതായിരുന്നോ? എന്തായിരുന്നു സംഭവം? ആര്യ, കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അത് ഒക്ടോബർ 30 വരെയാണ്. അതായത് 14 ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി വിട്ടിട്ടുള്ളത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് BJPയുടെ അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു ചെരുപ്പ് കൊണ്ട് എറിഞ്ഞത്. എന്തായാലും പോലീസ് സ്ഥലത്തുണ്ട്. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാനും ഒക്കെ കോടതി പരിസരത്ത് ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ആ ഇടയ്ക്ക് നിന്നാണ് ഈ ചെരുപ്പ് എറിഞ്ഞത്. എന്തായാലും പോലീസ് ആ കാര്യത്തിൽ സിനുവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലകളുടെ സ്വർണം പൂശിയതും ഒപ്പം സ്ത്രീകളുടെ കട്ടളപ്പാളി സ്വർണ്ണം പൂശിയുമായി ബന്ധപ്പെട്ട് സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു ആൾക്കാർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചായിട്ടുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും കസ്റ്റഡി കാലാവധിയിൽ ഇതെല്ലാം അന്വേഷണത്തിന്റെ വിഷയമാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. അതനുസരിച്ചുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് കൂടുതൽ ദിവസം, അതായത് 14 ദിവസത്തേക്ക് കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുകയും അത് അനുവദിക്കുകയും കോടതി ചെയ്തു. 6 ആഴ്ച കാലമാണ് ഇപ്പോൾ കോടതി ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിൽ 1 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി കിട്ടിയതിനു ശേഷം ഈ സ്മാർട്ട് ക്രിയേഷനിലാണ് ഈ സ്വർണം വേർതിരിച്ച് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഹൈദരാബാദിലേക്ക് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം ഈ ബാംഗ്ലൂരും ഈ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവിടെ എല്ലാം എത്തിച്ച് തെളിവെടുപ്പിക്കേണ്ടി വരും. ആരൊക്കെ ഈ സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പണമായി ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന കാര്യങ്ങളെല്ലാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു വിവരങ്ങൾ കസ്റ്റഡി കിട്ടിയെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യലിലൂടെ കൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ
പോലീസിന് അന്വേഷണ സംഘത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ദിവസം ആവശ്യപ്പെടുകയും അത് കോടതി അനുവദിക്കുകയും ചെയ്തു. എന്നാലും രാവിലെ ഈ വലിയ രാവിലത്തെ കോടതി ആരംഭിച്ച സമയമുള്ള അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ നടപടികളെല്ലാം നടന്നത്. പ്രധാനമായും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും വാദിഭാഗത്തിന്റെ അഭിഭാഷകനും ഒപ്പം കോടതി ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനും മാത്രമാണ് കോടതിയിൽ ഉണ്ടായിരുന്നത്. വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘം കോടതിയിൽ അവതരിപ്പിച്ചത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ, അതായത് സ്വർണം 2 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള വിജിലൻസ് കൃത്യമായി വിജിലൻസ് റിപ്പോർട്ടുള്ളത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് എങ്ങനെ ഈ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയുന്നത്. 394 ഗ്രാം സ്വർണം മാത്രമാണ് ഈ പട്ടളപ്പാളിയിൽ പൂശാനായി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കാണോ കൊടുത്തിട്ടുള്ളത്? അതായത് ദേവസ്വം ബോർഡിന്റെ മറ്റ് അവർ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടോ? അതല്ല, ഇനി ബോർഡിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തട്ടിപ്പ് നടത്തി. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കസ്റ്റഡി കാലാവധി 14 ദിവസത്തേക്ക് ആവശ്യപ്പെട്ടത്. നമ്മൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ഈ കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസും 2 ദ്വാരപാലകരെ സ്വർണം പൂശിയ കേസുമാണ്. ആ പാളികൾ സ്വർണം പൂശിയ കേസുമാണ്. ഇത് രണ്ടും ആണ് രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുകയും കസ്റ്റഡി വാങ്ങുകയും ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഇനി ദ്വാരപാലകരെ സ്വർണം പൂശിയ കേസ് കൂടി ഇനി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അതിന്റെ ഒരു കാലാവധി ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞുകൊണ്ട് അതുകൂടി പരിഗണിക്കും. അപ്പോൾ കൂടുതൽ സമയം അന്വേഷണ സംഘത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈകിട്ടുമ്പോൾ വ്യക്തമായി ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും സമയം കിട്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അത്തരത്തിലാണ് SIT കാര്യം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തിട്ടുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ്, അത് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം സ്മാർട്ട് ക്രിയേഷനിൽ വെച്ചാണ്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ചാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്ത് മാറ്റിയിട്ടുള്ളത്. അത് ആർക്കാണ് കൊടുത്തിട്ട്? കൽപേഷിനാണോ അതോ അവർ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് കൽപേഷ്. ഒപ്പം അതുപോലെ സമാനമായ രീതിയിൽ ആരെങ്കിലും നിർദ്ദേശിക്കുന്നവർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കണം. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടി വരും. എന്തായാലും ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊണ്ടുപോകണം. ഒപ്പം ബാംഗ്ലൂർ, ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ഇതെല്ലാം തെളിവെടുക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഈ 14 ദിവസം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് 10 മിനിറ്റ് സമയം കോടതി അനുവദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിഭാഷകരോട് സംസാരിക്കാൻ വേണ്ടി 10 മിനിറ്റ് അവസരം ഒരുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതിക്ക് വെളിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടത്. ആ സമയത്താണ് BJPയുടെ അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു ചെരുപ്പ് എറിഞ്ഞത്. എന്തായാലും വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള കാര്യം വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റ പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് മാത്രമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ ഉന്നതരിലേക്ക് ഉന്നതരിൽ ഉൾപ്പെടാം, അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഉണ്ടാകാം, അതിനു മേലിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. കൽപേഷ്, ഗോവർദ്ധൻ എന്നിവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളാണ്. ഇവർ മുഖേനയാണ് സ്വർണം പല സ്ഥലങ്ങളിൽ സ്വർണം പൂശുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. എന്തായാലും SP ശശിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൃത്യമായ കാര്യങ്ങളാണ് കോടതിയിൽ അവർക്ക് അവതരിപ്പിക്കാനുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി കോടതിയിൽ അവതരിച്ചിട്ടുള്ളത്. ശശിനാരായണാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. പ്രതിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യപരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു. ബാക്കിയുള്ള നടപടി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് മറ്റ് രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ചിരുന്നു. പോറ്റി കുടുക്കിയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അസംഷൻസ് ആണ്. അദ്ദേഹത്തിന് പരിപൂർണമായിട്ട് ഈ അന്വേഷണത്തിന്റെ പങ്കാളിത്തം വഹിക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു 14 ദിവസത്തെ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശാരീരികമായ പല പ്രശ്നങ്ങൾ അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്ന കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോടതി പോലീസ് കസ്റ്റഡി നൽകിയത് കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. 13 ദിവസമാണ് കസ്റ്റഡി. 13. അതെ, ബാക്കിയുള്ള രേഖകൾ ബഹുമാന കോടതിയിലുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിൽ ബെയിലും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് സ്വർണ്ണ കാണാതായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷമെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആരൊക്കെ പ്രതികളായാലും അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ
കൊണ്ടുവരട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിനുമുമ്പ് നമുക്ക് ഉണ്ട്, വരണം. നിശ്ചയമായി ആരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വരണം. ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഇന്ന് സമർപ്പിക്കും. വൈകിട്ട് നട തുറന്ന ശേഷമാകും സമർപ്പണ ചടങ്ങുകൾ നടക്കുക. തുലാമാസ പൂജകൾക്കായാണ് ശബരിമല നട ഇന്ന് തുറക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വിവാദങ്ങൾക്ക് ശേഷം അങ്ങനെ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ അവിടെ ഘടിപ്പിക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ആ ചടങ്ങ് എങ്ങനെയായിരിക്കും നടക്കുക? ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ദിവസം തന്നെ ശബരിമല നട തുറക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേശ്വർ മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. ഇപ്പോൾ ഇവിടെ ആളുകളെ മുകളിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടില്ല. സന്നിധാനത്തേക്ക് ആളുകളെ കയറ്റിവിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ സന്നിധാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. തൊട്ട് താഴെ 18-ാം പടിക്ക് താഴെ വലിയൊരു ഭക്തരുടെ കൂട്ടമുണ്ട്. ആളുകളെ താഴെ നിന്ന് മുകളിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം പൂജകളുണ്ട്. ആ പൂജകൾക്ക് ശേഷമാകും 5 മണിയോടുകൂടിയാകും ഈ ദ്വാരപാലക പാളികൾ പ്രതിഷ്ഠിക്കുക. നേരത്തെ വിവാദമായ സെപ്റ്റംബറിൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ പാളികൾ തിരിച്ചു വയ്ക്കുക. ഈ പാളികൾ കൊണ്ടുപോയത് ഹൈക്കോടതി അറിയിക്കാത്തതിനാലാണ് അത് വലിയ വിവാദമായി മാറിയത്. ഹൈക്കോടതിക്ക് ശബരിമല ചുമതലയുള്ള ജില്ലാ ജഡ്ജി അക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് വെളിച്ചം വീശിയ അന്വേഷണത്തിലേക്കും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കും കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ മാസം 7-നാണ് സ്വർണ്ണം പൂശാനായി ഈ പാളികൾ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അഴിച്ചുകൊണ്ടുപോയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം 21-ന് തിരിച്ചെത്തിച്ചു. പക്ഷേ ഹൈക്കോടതി അനുമതിയില്ലാതെ അത് തിരികെ സ്ഥാപിക്കാൻ കഴിയില്ല. ഹൈക്കോടതി അനുമതി വാങ്ങി തന്ത്രിയുടെ അനുവാദവും വാങ്ങിയ ശേഷമാണ് ഇന്ന് ഈ പാളികൾ തിരികെ വയ്ക്കുക. നട തുറന്ന് പൂജകൾ ആരംഭിച്ച ശേഷം 5 മണിയോടുകൂടി ഇത് തിരികെ സ്ഥാപിക്കും. അതിനുള്ള പൂജകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മാസപൂജയ്ക്കായാണ് നട തുറക്കുന്നത്. ചിത്തിര ആട്ടവിശേഷം നടക്കേണ്ടത് ഈ ആഴ്ചയിലാണ്. ഇത്തവണ നട തുറക്കുമ്പോഴാണ് 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം അതിന്റെ ഭാഗമായി നടക്കുന്നുമുണ്ട്. ഏതായാലും വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം വിവാദമായ സ്വർണ്ണപ്പാളികൾ പതിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യും. യാദൃച്ഛികമെന്ന് തന്നെ പറയണം. ഒരുപക്ഷെ ഈ പാളികൾ തിരികെ വെക്കുന്ന ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഈ മാസം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ഒന്ന് മഴയാണ് കാരണം, മറ്റൊന്ന് രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അവസാന 22-ാം തീയതിയാണ് നട അടയ്ക്കുന്ന. 22-നാണ് രാഷ്ട്രപതി ഇവിടേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശക്തമായ ക്രമീകരണങ്ങളിലേക്ക് മാറിക്കഴിയും. അതുകൊണ്ട് കാര്യമായി ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ആളുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നട തുറക്കാൻ കാത്ത് കൂടുതലും ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ മാസപൂജകൾക്കും ഇപ്പോഴും എത്തുന്നത്. ഏതായാലും 4 മണിക്ക് നട തുറക്കും. അതിനുശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് അത് സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്യും. തന്ത്രി ഉൾപ്പെടെയുള്ളവർ, ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ളവർ അതിന് സന്നിഹിതരായിരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പോലുള്ള ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ആര്യ. യെസ്, VV അരുണാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേർത്തത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ യാദൃച്ഛികമെന്ന് പറയട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായ ദിവസം തന്നെയാണ് ശബരിമല നട തുറക്കുന്നതും തുലാമാസ പൂജകൾക്കായി. അന്നേ ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ദ്വാരപാലക ശില്പങ്ങളിൽ ഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി വരികയാണ്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗെന്ന് വെള്ളാപ്പള്ളി. വേഷത്തിൽ പോലും മതം കുത്തിനിറച്ച മറ്റൊരു പാർട്ടി ഇല്ലെന്നും വിമർശനം. ഇടതു മുന്നണിക്കൊപ്പം ലീഗ് കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല. വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. SNDP മുഖപത്രം
യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. മുസ്ലിം ലീഗിനെതിരെ SNDPയുടെ മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്റ്റൽമാർ എന്നാണ് വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മലബാർ കലാപം നടന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് മറന്നു പോകരുത് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും അത്ഭുതപ്പെടാനല്ല, ലീഗ് ശ്രമിക്കുന്നത് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനാണ് എന്നുള്ള വിമർശനം കൂടി വെള്ളാപ്പള്ളി ലേഖനത്തിലൂടെ പറയുന്നു. ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലീഗിന്റെ പുതുതലമുറ ലക്ഷ്യം വെക്കുന്നത് നീണ്ട 9 വർഷത്തെ അവരുടെ നഷ്ടം, അതായത് ഭരണത്തിൽ വരാത്തതിന്റെ നഷ്ടം അടുത്ത ഒരു ടേമിലൂടെ നേടിയെടുക്കുക, അത് കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർ വെക്കുന്നത്. തികഞ്ഞ വർഗീയതയാണ്, വർഗീയതയുടെ അപ്പോസ്റ്റൽമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നടക്കം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ എഡിറ്റോറിയൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. KM ഷാജിയെ പോലെയുള്ള ആദർശധീരന്മാരായ നേതാക്കളുടെ മതേതര സംഭാഷണങ്ങൾ കേട്ടാൽ ചിരി വരുമെന്ന പരിഹാസം കൂടി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശ സംരക്ഷണമല്ല ലീഗ് ലക്ഷ്യം വെക്കുന്നത്, മുസ്ലിങ്ങളുടെ അവകാശം നേടിയെടുക്കൽ മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി പറയുന്നു. പൊതുവേദികൾ പൂച്ചകളെ പോലെ മതേതരത്തിന്റെ മനോഹാരിത വിളമ്പും, എന്നാൽ അവരുടെ നിലപാട് അതല്ല എന്നുള്ളതാണ്. 3ാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിന്റെ പുതുതലമുറ എന്നടക്കമുള്ള നിരവധി വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് യോഗനാഥത്തിന്റെ എഡിറ്റോറിയൽ അദ്ദേഹം എഴുതുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 13 ഉപാധ്യക്ഷന്മാരെയും BJPയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ അടക്കം 58 ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി KPCC പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 പേരെ കൂടി ചേർത്തു. VA നാരായണനാണ് ട്രഷറർ. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പട്ടിക പുറത്തുവിട്ടത്. സെക്രട്ടറി DCC പ്രസിഡന്റ് പ്രഖ്യാപനം പിന്നീട്. നേരത്തെ 5 വൈസ് പ്രസിഡന്റുമാരും 28 ജനറൽ സെക്രട്ടറിമാരുമായിരുന്നു. പട്ടികയ്ക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ് രംഗത്തെത്തി. ചാണ്ടി ഉമ്മൻ ഭാവിയുടെ നേതാവാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്, അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണനയിലുണ്ട്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി, സംതൃപ്തി. എല്ലാ MLA-മാരെയും വന്നിട്ടില്ല, എല്ലാ MLA-മാരും ഇല്ല. MLA-മാരും വളരെ ചുരുങ്ങിയ ആളുകളാണുള്ളത്. അത് ചാണ്ടി ഉമ്മൻ ഈസ് എ വെരി പ്രോമിസിങ് യങ്സ്റ്റർ, വെരി പ്രോമിസിങ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും അനുരഞ്ജന ചർച്ചകൾക്കും ഒടുവിലാണ് KPCCയുടെ ആദ്യഘട്ടമായുള്ള പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ദിവസം രാത്രിയോടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി ചേർത്ത 6 പേരും ഉൾപ്പെടെ ഒരു വലിയ പട്ടിക തന്നെയാണ്, ഒരു ജംബോ പട്ടിക തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോഴും അസംതൃപ്തി ബാക്കിയാകുന്നു ചില നേതാക്കൾക്കെങ്കിലും, ചില മുതിർന്ന നേതാക്കൾക്ക് എങ്കിലും എന്നതാണ് ഈ പുനഃസംഘടനയുടെ നിലവിലെ സ്ഥിതി. അതായത് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് A ഗ്രൂപ്പിന് അവർ നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഏതാണ്ട് 17 പേരുടെ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു. A ഗ്രൂപ്പിന്റെ ഭാഗമായി 17 പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം I ഗ്രൂപ്പിന്റെ ഭാഗമായി 19 പേരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം KC വേണുഗോപാൽ പക്ഷക്കാരായ 15 പേർ, KC വേണുഗോപാലിന്റെ വിശ്വസ്തരായ 15 പേർ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അസംതൃപ്തരായി ഇപ്പോൾ മുമ്പിലുള്ളത് 2 പേരാണ്. അത് മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ K സുധാകരൻ. അദ്ദേഹം 5 പേരുടെ പേര് നൽകി, അതിൽ 3 പേരെ മാത്രമാണ് പരിഗണിച്ചത്, 2 പേരെ വെട്ടിക്കളഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തി. അതേസമയം മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K മുരളീധരൻ ആകെ ഒരാളുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ആ പേര് എങ്ങും പരിഗണനയ്ക്കെടുത്തില്ല. അതിൽ K മുരളീധരൻ
കടുത്ത അതൃപ്തിയിലാണ്. അദ്ദേഹം ആ അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് കൂടി യോജിച്ച ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ അദ്ദേഹം സംതൃപ്തനാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പക്ഷേ അതിനിടയിൽ ഏറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ചാണ്ടി ഉമ്മൻ, അതായത് ചാണ്ടി ഉമ്മൻ KPCC വൈസ് പ്രസിഡന്റോ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ചാണ്ടി ഉമ്മൻ നടത്തിയ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രതികരണമാണ് ചാണ്ടി ഉമ്മന് ഇപ്പോൾ ഇങ്ങനെയൊരു അല്ലെങ്കിൽ ഒരു സാധ്യതകൾക്ക് മങ്ങലായി മാറിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ പട്ടിക പൂർത്തിയായിട്ടില്ല എന്ന KPCC അധ്യക്ഷൻ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വരുന്ന പട്ടികയിൽ ഇപ്പോഴത്തെ അസംതൃപ്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനുനയ നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതാണ് ഇവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഷെമ മുഹമ്മദ് അടക്കം അവരുടെ അസംതൃപ്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജോസ് വെള്ളൂരിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒളിയമ്പുമായി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതിനാൽ അവർക്ക് സ്ഥാനം നൽകണമല്ലോ എന്ന ചോദ്യം. തന്റെ അഭിപ്രായങ്ങൾ KPCC പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ചറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യ ചർച്ചയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനിച്ച പട്ടിക അന്തിമമാണെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ. അതുകൊണ്ട് പിന്നെ അതെ, സഹായിച്ചവരാ. ഇപ്പൊ സ്ഥിരമായി ഇങ്ങനെ ഒരു അതൃപ്തി പുനഃസംഘടനകൾ ഇപ്പൊ ചാണ്ടിയുമൻ ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തെ മാറ്റിയത് അറിഞ്ഞില്ല. അല്ല, ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ്. അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ ഇലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല. അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് 100% പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിലും അല്ല, അതിൻ്റെ ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ KPCC പ്രസിഡന്റിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കൂടുതൽ അറസ്റ്റ്. 3 പേരെയാണ് ഇന്ന് പുലർച്ചെയോടെ കസ്റ്റഡിയിൽ എടുത്തത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു അറസ്റ്റെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകരായ മണി പൈതോത്ത്, മുസ്തഫ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കേസിൽ അറസ്റ്റിലായ 5 പേർ നിലവിൽ റിമാൻഡിലാണ്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ താമരശ്ശേരി പോലീസ് സ്വമേധയാ കേസെടുത്തു. ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെയാണ് കേസ്. പോലീസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും FIR-ൽ പറയുന്നു. പോലീസിനെ അടിക്കാൻ ജനം തീരുമാനിച്ചാൽ കാക്കിയിട്ടവർക്ക് ഓടേണ്ടി വരുമെന്നായിരുന്നു കുറിപ്പ്. ജി സുധാകരനെതിരായ പാർട്ടിയുടെ രഹസ്യ റിപ്പോർട്ട് പുറത്തുവന്നത് എങ്ങനെയെന്നതിൽ CPM-ൽ ചൂടേറിയ ചർച്ച. സുധാകരനെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിക്കാൻ ആസൂത്രിത ഗൂഢാലോചനയെന്ന ജില്ലാ സെക്രട്ടറി തന്നെ പരസ്യമായി പറഞ്ഞതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ വീട്ടിൽ നേതാക്കൾ നേരിട്ടെത്തിയത്. എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യയശാസ്ത്രബോധമോ അല്ലോ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളെ 2 പേരെയും പറ്റി നിങ്ങൾ ജനങ്ങളുടെ ഒരു പഠനം നടത്തുക. അതുപോലെ ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഫ്രണ്ടൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി സംസ്ഥാന സമ്മേളനത്തിൽ SFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് AK ബാലൻ. അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു, അത് മനോരമയിലാണ്. ജി സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും അമ്പലപ്പുഴയിലെ നേതൃത്വമാണ് ഇതിന് പിന്നിലെന്ന സുധാകരന്റെ മറുപടികളും ഒടുവിലെത്തി നിൽക്കുന്നത് സജി ചെറിയാൻ ജി സുധാകരൻ തുറന്ന പോരിലേക്കാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് H. സലാം MLA വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിന്മേൽ സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അന്ന് സുധാകരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയിരിക്കുന്നത്. ഇതോടെ തനിക്കെതിരെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന ജി സുധാകരന്റെ വാദം പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ അംഗീകരിക്കുകയായിരുന്നു. 4 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷം ഇപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഇതിനകത്ത് ആരോ ഇതിന്റെ പുറകിലുണ്ട്.
ആരോ അതിൻ്റെ പുറകിലുണ്ട്. എന്തെങ്കിലും ആരോ പുറകിലുണ്ട്. സുധാകരൻ സാഹിബിനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അതിനുള്ള പ്ലാനോടും കൂടി നടത്തുന്ന ആൾക്കാരെങ്കിലും ഉണ്ട്. അല്ലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അംഗങ്ങൾക്ക് നൽകുകയും പിന്നീട് തിരികെ വാങ്ങിക്കുകയും ചെയ്ത രഹസ്യ റിപ്പോർട്ടിന്റെ പേജുകൾ തന്നെ പുറത്തേക്ക് വന്നത് തിരുവനന്തപുരത്തുള്ള പല മുതിർന്ന CPM നേതാക്കന്മാരിലും അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. അത് ജില്ലാ നേതൃത്വത്തോട് തന്നെ പങ്കുവച്ചതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി R. നാസർ ഉൾപ്പെടെയുള്ളവർ സുധാകരന്റെ വീട്ടിലേക്ക് അനുനയ ശ്രമത്തിനായി പോയത്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള ഇടത് സൈബർ പോരാളികൾ നിരന്തരം സുധാകരനിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. വ്യക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും പാർട്ടി നേതൃത്വം നടപടി കൈക്കൊള്ളാത്തത് വലിയ പൊട്ടിത്തെറിയിലേക്കാണ് എത്തിക്കുന്നത്. സുധാകരന്റെ പരസ്യ വിമർശനങ്ങൾ കൂടി ആയതോടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ ഇനി പരിഹരിക്കേണ്ടതായി വരും. അതിന്റെ തുടക്കമെന്നോണമാണ് ജില്ലാ സമ്മേളനത്തിൽ പോലും ക്ഷണിക്കാതിരുന്ന മുതിർന്ന നേതാവായ G. സുധാകരനെ ദീർഘനാളുകൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ നേരിട്ടെത്തി അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തെയും G. സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടക്കുന്നുവെന്ന ഗൗരവകരമായ തുറന്നുപറച്ചിലുണ്ടായിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ ഭാഗത്തു നിന്നാണ്. പാർട്ടിക്കാകെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടി പാർട്ടി നേതൃത്വത്തിനില്ലേ? ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും സ്വാധീനമുറപ്പിക്കാൻ 2020. കൊല്ലത്ത് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഏകദേശം 1.5 വർഷം മുൻപാണ് പത്തനാപുരം കേന്ദ്രമായി 2020 പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്. തലവൂർ, പത്തനാപുരം, പിറവന്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പലയിടത്തും ചുമരെഴുത്തുകൾ ആരംഭിച്ചു. മറ്റു മുന്നണികൾക്ക് മുന്നേ പഞ്ചായത്ത് കൺവെൻഷനുകളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഹിജാബ് വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ അനുനയിപ്പിച്ച ക്രൈസ്തവ സഭകൾ ഹിജാബിൽ സർക്കാരുമായി തെറ്റുകയായിരുന്നു. ഇത് പരിഹരിക്കാനുള്ള വഴികളും വിവാദത്തിന് പിന്നിലെ ഇടപെടലുകളും CPM ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും G. സുധാകരന്റെ പാർട്ടിക്കെതിരായ വിമർശനങ്ങളും ചർച്ചയാകും. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകും. ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടുനൽകുക. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കസ്റ്റംസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുനൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കസ്റ്റംസ് നടപടി. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. അതിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുനൽകണമെന്നായിരുന്നു ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുനൽകണമെന്ന് കസ്റ്റംസിനോട് ഇടക്കാല ഉത്തരവിട്ടത്. വാഹനത്തിന് ആവശ്യമുള്ള രേഖകൾ പരിശോധനാ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നുവെന്ന് ദുൽഖർ സൽമാൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തുമെന്നാണ് കസ്റ്റംസ് അറിയിച്ചത്. ബാങ്ക് ഗ്യാരണ്ടിയിലായിരിക്കും വാഹനം വിട്ടുനൽകുക. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ ഇന്ത്യൻ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ പ്രമുഖ പത്രമായ ദ നേഷനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ട്. വലിയ പ്രതീക്ഷയോടെ മെസ്സിക്കായി ആരാധകർ കാത്തിരിക്കവെയാണ് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. മെസ്സിയും സംഘവും നവംബർ 17 കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സൗഹൃദ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി കൊച്ചി സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങളടക്കം ആരംഭിച്ചിരുന്നു. പുതിയ റിപ്പോർട്ട് പ്രകാരം അർജന്റീന ടീമിന്റെ പര്യടനം റദ്ദാക്കിയിരിക്കുകയാണെന്നാണ് വിവരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ പ്രമുഖ പത്രമായ ദ നേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്.
ഇന്ത്യ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നിരന്തരം ലംഘിച്ചുവെന്നും അതിനാൽ AFA കരാർ പ്രകാരമുള്ള മത്സരം മറ്റൊരു തീയതിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നുമാണ് റിപ്പോർട്ട്. മാത്രമല്ല, മെസ്സിയും സംഘവും നവംബറിൽ അങ്കോളയിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന് സ്ഥിരീകരണമായിട്ടുണ്ട്. ലുവാണ്ടയിൽ നവംബർ 11-നാണ് ഈ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്കോളൻ ദേശീയ ടീമുമായിട്ടാണ് ലോക ചാമ്പ്യന്മാർ കളിക്കുക. ഇതിനുശേഷം നവംബർ 17-ന് കേരളത്തിലെത്തി ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയെന്നത് അസാധ്യമാണ്. അതേസമയം വാർത്തകൾ നിഷേധിച്ച് സ്പോൺസർ ആൻഡ്രൂ അഗസ്റ്റിൻ രംഗത്തെത്തി. മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ തന്നെ കേരളത്തിൽ മത്സരത്തിനായി എത്തുമെന്നും ആൻഡ്രൂ അഗസ്റ്റിൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യയിലും വേൾഡിലുള്ള പത്രങ്ങൾ മുഴുവൻ പറയുന്നതിന് മുഴുവൻ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. മെസ്സി അർജന്റീന ടീം പറയുന്നത് അർജന്റീന ടീം 15-ാം തീയതി വരും എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഒഫീഷ്യലായിട്ട് കിട്ടിയ അനൗൺസ്മെന്റ് അറിയിപ്പ്. ഫിഫ വിൻഡോയിൽ മാച്ച് ഇല്ലാന്നോ ഫിഫ വിൻഡോ ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ത്യൻ പര്യടനത്തിനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന സൂചനകളും AFA വൃത്തങ്ങൾ നൽകുന്നുണ്ട്. മാർച്ചിൽ ഇന്ത്യ സന്ദർശിക്കുന്ന കാര്യം AFAയുടെ പരിഗണനയിലാണുള്ളത്. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനുമായി കളിക്കാൻ സാധ്യതയുള്ള ഫെൻലിസിമയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 25 മന്ത്രിമാരെ ഉൾപ്പെടുത്തി ഗുജറാത്ത് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ ഉൾപ്പെടെ 19 പേർ പുതുതായി മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. 6 മന്ത്രിമാരെ നിലനിർത്തിയപ്പോൾ 10 പേരെ ഒഴിവാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 വർഷം പൂർത്തിയാക്കിയ സർക്കാരിന്റെ മുഖം മിനുക്കലും കണക്കിലെടുത്താണ് യുവാക്കളെയും പരിചയസമ്പന്നരെയും ഉൾപ്പെടുത്തിയുള്ള പുനഃസംഘടന. ഗവർണർ ആചാര്യ ദേവവ്രത് മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. અને હું ગુજરાત રાજ્યના નાયબ મુખ્યમંત્રી તરીકેના મારા કર્તવ્યો શ્રદ્ધાપૂર્વક અને અંતઃકરણપૂર્વક બજાવીશ અને ભય કે पक्षपात राग के द्वेष विना तमाम लोगों साथे संविधान अने कायदा अनुसार हूँ जितेन्द्र सौजीभाई वाघाणी ईश्वरना नामे सोगंद लऊं छू के कायदाथी स्थापित भारतना संविधान प्रत्ये ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കാനിരിക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ മഹാസഖ്യം. ചില സീറ്റുകളിൽ RJDയും കോൺഗ്രസും തമ്മിൽ തുടരുന്ന തർക്കമാണ് അവസാന മണിക്കൂറിലും ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. 48 സീറ്റുകളിൽ ഇന്നലെ രാത്രി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതേസമയം വികാസ്ശീൽ ഇൻസാൻ പാർട്ടി 15 സീറ്റുകളിൽ മത്സരിക്കാൻ ധാരണയായി. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അവസാന നിമിഷം പോലും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് മഹാസഖ്യം നേരിടുന്ന വലിയ പ്രതിസന്ധി. ഇത് NDA സഖ്യം ഏത് തരത്തിലൊക്കെ ആയുധമാക്കുന്നുണ്ട്? ആര്യ, മഹാപ്രതിസന്ധിയാണ് മഹാസഖ്യത്തിൽ നിലവിലുള്ളത്. കാരണം ഇന്ന് 3 മണിക്ക് പത്രികാ സമർപ്പണം, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലുള്ള 121 മണ്ഡലങ്ങളിലേക്കുള്ള പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. ഏതായാലും പത്രികയെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നൽകുന്നുണ്ട്. പക്ഷേ സീറ്റ് വിഭജനം അത് പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസും RJDയും തമ്മിൽ തുടരുന്ന തർക്കമാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെ ലാലു പ്രസാദ് യാദവുമായും തേജസ്വി യാദവുമായൊക്കെ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെ അത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നേരത്തെ കഴിഞ്ഞ തവണ 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. കോൺഗ്രസ് ഇത്തവണ ഏറ്റവും ചുരുങ്ങിയത് 65 എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. RJD ആകട്ടെ 58-ൽ കൂടുതൽ സീറ്റുകൾ നൽകാനില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ തർക്കം ചില സീറ്റുകൾ, പ്രത്യേകിച്ച് വിജയ സാധ്യതയുള്ള സീറ്റുകളെ ചൊല്ലി 2 പാർട്ടികളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒരു പ്രഖ്യാപനത്തിലേക്ക്, എത്ര സീറ്റുകളിൽ ഏതൊക്കെ പാർട്ടി മത്സരിക്കുമെന്ന തരത്തിലുള്ള പരസ്യ പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇരു പാർട്ടികൾക്കും കഴിയാതെ പോകുന്നത്. അതേസമയം തന്നെ RJDയെ സംബന്ധിച്ച് ആശ്വാസമാകുന്നത് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി അവസാന നിമിഷം NDA ക്യാമ്പിൽ എത്തുകയും അവിടെ 4 സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തന്നെ അത് നിർണായകമാവുകയും ചെയ്തിരുന്നു. ഇത്തവണ അവർ ആവശ്യപ്പെടുന്ന 40 സീറ്റാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ ചർച്ചയിൽ 15 സീറ്റ് അവർക്ക് നൽകാം, ഒപ്പം തന്നെ MLC സ്ഥാനവും നൽകുമെന്നാണ് ഇപ്പോൾ മുകേഷ് സൈനിക്ക് ഉറപ്പ് നൽകിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുന്നണി വിടാതെ തന്നെ മുകേഷ് സൈനിയെ ഒപ്പം നിർത്താൻ ഇപ്പോൾ RJDക്കും ഇന്ത്യ സഖ്യത്തിനും കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസുമായി ഒരു സീറ്റ് ധാരണയിലേക്ക് എത്താൻ RJDക്ക് ഈ ഘട്ടം വരെ കഴിഞ്ഞിട്ടുമില്ല. ആര്യ.
യെസ്, ER രാഗേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ VP മതിയഴകനെയും പൗണ്ട് രാജിനെയും വിജയ് നേരിൽ കണ്ടു. ചെന്നൈ പനയൂരിലുള്ള TVK ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരെയും ജയിലിലെത്തി കാണാൻ സാധിക്കാത്തതിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചു. കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് മതിയഴകനും പൗണ്ട് രാജും ഇന്നലെയാണ് ജയിൽ മോചിതരായത്. അതേസമയം വിജയ് ഇന്ന് കരൂർ ദുരന്തബാധിതരെ സന്ദർശിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും യാത്രയെ സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഇതുവരെയും TVK നടത്തിയിട്ടില്ല. പാലിയേക്കരയിൽ ടോൾ പിരിവ് ഇന്നു മുതൽ പുനരാരംഭിക്കുവാൻ ഉത്തരവ്. ഹൈക്കോടതിയുടേതാണ് വിധി. നിബന്ധനകളോടെയാണ് അനുമതി. ടോൾ നിരക്കിൽ മാറ്റം വരുത്തുന്ന കാര്യം ഇപ്പോൾ തീരുമാനിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഗതാഗത കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 5 മുതലാണ് ടോൾ പിരിവിന് വിലക്ക് ഏർപ്പെടുത്തിയത്. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,170 രൂപ, പവന് 97,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,060 രൂപ, പവന് 80,480 രൂപ. വെള്ളി ഗ്രാമിന് 200 രൂപ, കിലോഗ്രാമിന് 2 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jeweler. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും.